ഹായ് എവരി വൺ. നമ്മൾ 10th ക്ലാസ്സിലെ സെക്കൻഡ് ചാപ്റ്റർ ആണ് എടുത്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. എന്താണ് ചാപ്റ്ററിന്റെ പേര്? പാർട്സ് ഓഫ് എവല്യൂഷൻ, പരിണാമത്തിന്റെ വഴികൾ എന്നായിരുന്നു ചാപ്റ്ററിന്റെ പേര്. അപ്പൊ ഇവിടെ നിന്ന് പറയുന്നത് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത് എവല്യൂഷനെ കുറിച്ചാണ്. എന്താണ് എവല്യൂഷൻ അല്ലെങ്കിൽ പരിണാമം എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് ഹിസ്റ്ററി ഓഫ് ലൈഫ് ഫോംസ് ഓൺ എർത്ത്. അതായത് ഭൂമിയിൽ ജീവജാലങ്ങൾ എങ്ങനെ ഉണ്ടായി എന്നതിനെ കുറിച്ചുള്ള പഠനമാണ് ഇതെന്ന് പറയുന്നത് എവല്യൂഷൻ. ഈ എവല്യൂഷനുള്ള കാരണം എന്ന് പറയുന്നത് എന്താണ്? മ്യൂട്ടേഷൻ അല്ലെങ്കിൽ ജീനുകളിലുള്ള ചേഞ്ചസ് ആണ് അല്ലേ. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഈ ഭൂമിയിൽ ജീവിവർഗങ്ങൾ എങ്ങനെ ഉണ്ടായി എന്നതിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ് ഏതെന്ന് പറയുന്നത് എവല്യൂഷൻ അല്ലെങ്കിൽ പരിണാമശാസ്ത്രം. അപ്പൊ ഇവിടെ നിന്ന് പറയുന്നത് ഈ എവല്യൂഷൻ അല്ലെങ്കിൽ പരിണാമശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പല തിയറീസും ഉണ്ട്. അപ്പൊ അതിനകത്ത് നമുക്ക് പഠിക്കാനുള്ളത് 2 തിയറീസ് ആണ്. ഫസ്റ്റ് തിയറി എന്ന് പറയുന്നത് ലാമാർക്കിസം, അല്ലെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് ഓഫ് അക്വയർഡ് ക്യാരക്ടേഴ്സ്. അതായത് സ്വയാർജിത സ്വഭാവങ്ങളുടെ പാരമ്പര്യ പ്രേഷണ സിദ്ധാന്തം, അല്ലെങ്കിൽ എന്ത് വിളിക്കും അതിനെ? ലാമാർക്കിസം എന്ന് വിളിക്കും. അപ്പൊ ഇത് എന്തുമായിട്ട് ബന്ധപ്പെട്ട തിയറിയാണ്? തിയറീസ് ഓഫ് എവല്യൂഷൻ അല്ലെങ്കിൽ പരിണാമവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സിദ്ധാന്തങ്ങളാണ് അല്ലേ. അതായത് ഭൂമിയിൽ എങ്ങനെയാണ് ഇത്രയും ജീവജാലങ്ങൾ ഉണ്ടായത്, അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞതാണ് ഒരു പ്രിമിറ്റീവ് സെൽ അല്ലെങ്കിൽ ആദിമ കോശത്തിൽ നിന്നുമാണ് ഇന്ന് കാണുന്ന ജീവജാലങ്ങളെല്ലാം ഉണ്ടായതെന്ന് പറയപ്പെടുന്നു ഇല്ലേ. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില തിയറീസ് അല്ലെങ്കിൽ സിദ്ധാന്തങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ അതിനകത്തിലെ ഫസ്റ്റ് തിയറിയാണ് ഏതെന്ന് പറയുന്നത് ലാമാർക്കിസം അല്ലെങ്കിൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് ഓഫ് അക്വയർഡ് ക്യാരക്ടേഴ്സ്, സ്വയാർജിത സ്വഭാവങ്ങളുടെ പാരമ്പര്യ പ്രേഷണ സിദ്ധാന്തം. ഇത് കൊണ്ടുവന്നത് ജീൻ ബാപ്റ്റിസ്റ്റ് ലാമാർക്ക് എന്ന് പറയുന്ന ഒരു ഫ്രഞ്ച് ബയോളജിസ്റ്റ് ആണ്. അതായത് ഫ്രഞ്ചുകാരനായ ഒരു ജീവശാസ്ത്രകാരനായിരുന്നു. ആരെന്ന് പറയുന്നത്? ജീൻ ബാപ്റ്റിസ്റ്റ് ലാമാർക്ക്. അപ്പൊ അദ്ദേഹത്തിന്റെ ഐഡിയാസിനെ എല്ലാം കൂടെ വിളിക്കുന്ന പേരാണ് ലാമാർക്കിസം. അപ്പൊ ഇദ്ദേഹം പറഞ്ഞത് നമ്മുടെ ജിറാഫ് ഇല്ലേ, ജിറാഫിന്റെ പ്രത്യേകത എന്താണ്? ജിറാഫ് എന്ന് പറയുന്നത് ലോങ് നെക്ഡ് ആനിമൽ ആണ് ഇല്ലേ. അതായത് കഴുത്തിന് നല്ല നീളമുള്ള ജീവിയാണ് ആരെന്ന് പറയുന്നത്? ജിറാഫ്. അപ്പൊ അദ്ദേഹം പറഞ്ഞത് ഈ ജിറാഫിന്റെ കഴുത്തിന് ഇത്രയധികം നീളം ഉണ്ടായിരുന്നില്ല. അതായത് ആദ്യകാലങ്ങളിൽ ജിറാഫിന്റെ കഴുത്തിന് എന്തില്ലായിരുന്നു? നീളമില്ലായിരുന്നു. അപ്പൊ അതെന്ന് പറയുന്നത് താഴെയുള്ള പുൽവർഗ്ഗങ്ങളൊക്കെ തിന്നായിരുന്നു ജീവിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഫുഡ് സ്കേഴ്സിറ്റി ഉണ്ടായി. എന്താണ് ഫുഡ് സ്കേഴ്സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഭക്ഷണ ദൗർലഭ്യം. അതായത് താഴെയുള്ള പുല്ലുകളൊക്കെ എന്ത് ചെയ്തു? തീർന്നു പോയി അല്ലെ. അപ്പൊ അങ്ങനെ വന്നപ്പോഴത്തേക്ക് പതിയെ പതിയെ അത് അതിന്റെ കഴുത്ത് ഉയർത്തി, അതായത് മുകളിലേക്ക് ഉയർത്തി, മുകളിൽ നിന്ന് എന്ത് ചെയ്യാൻ തുടങ്ങി? പ്ലാന്റ്സിനെ തിന്നാൻ തുടങ്ങി. അപ്പൊ അങ്ങനെ തിന്നു വന്നപ്പോഴത്തേക്ക് അതിന്റെ കഴുത്തിന് എന്ത് വെച്ചു? നീളം വെച്ചു എന്നാണ് ആര് പറഞ്ഞത്? ലാമാർക്ക് പറഞ്ഞത്. അപ്പൊ അവിടെ നിന്ന് പറയുന്നത് അക്വയർഡ് ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ സ്വയാർജിത സ്വഭാവങ്ങൾ, അതായത് ഒരു ജീവി അതിന്റെ ലൈഫ് ടൈമിൽ ചില ക്യാരക്ടേഴ്സ് അക്വയർ ചെയ്യും, നേടും. ആ നേടുന്ന സ്വഭാവങ്ങളെ വിളിക്കുന്ന പേരാണ് അക്വയർഡ് ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ സ്വയാർജിത സ്വഭാവങ്ങൾ. അപ്പൊ ഇങ്ങനെ ഒരു ജീവി അതിന്റെ ലൈഫ് ടൈമിൽ അക്വയർ ചെയ്യുന്ന ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ നേടുന്ന സ്വഭാവങ്ങൾ ജനറേഷൻ ആഫ്റ്റർ ജനറേഷൻ കടന്നു പോകുന്നു. അതായത് തലമുറകളായിട്ട് കൈമാറ്റം ചെയ്യപ്പെടുന്നു. അതിന്റെ ഫലമായിട്ട് ന്യൂ സ്പീഷീസ് ഫോം ചെയ്യുന്നു, അല്ലെങ്കിൽ പുതിയ ജീവിവർഗങ്ങൾ ഉണ്ടാകുന്നു എന്നാണ് ആര് പറഞ്ഞത്? ലാമാർക്ക് പറഞ്ഞത്. അപ്പൊ ഇവിടെ നിന്ന് പറയുന്നത് അദ്ദേഹം പറഞ്ഞത് ജിറാഫിന്റെ കഴുത്തിന് ആദ്യകാലങ്ങളിൽ നീളം ഉണ്ടായിരുന്നില്ല, വളരെ ഷോർട്ടായിരുന്നു. പിന്നീടാണ് അതെന്തായിട്ട് മാറിയത്? ലോങ് നെക്കായിട്ട് മാറിയത്. അതിനുള്ള കാരണം എന്താണ്? ഫുഡ് സ്കേഴ്സിറ്റി ആണ് അല്ലേ. അപ്പൊ ഭക്ഷണ ദൗർലഭ്യം ഉണ്ടായപ്പോഴത്തേക്ക് അവരെന്ത് ചെയ്യാൻ തുടങ്ങി? അവർക്ക് എവിടെ നിന്നാണോ ഭക്ഷണം ലഭിക്കുന്നത് അതിനു വേണ്ടിയിട്ട് അവരുടെ കഴുത്തിന് നീളം വെച്ചു എന്നാണ് പറഞ്ഞത്. അപ്പൊ ആ ക്യാരക്ടർ എന്ന് പറയുന്നത് അക്വയർഡ് ആണ് അല്ലേ. അതായത് അതിന്റെ ലൈഫ് ടൈമിൽ അത് നേടിയ ക്യാരക്ടറാണ്. അപ്പൊ ഇങ്ങനെ ലൈഫ് ടൈമിൽ നേടുന്ന ക്യാരക്ടേഴ്സ് എന്ത് ചെയ്യുന്നു? അടുത്തടുത്ത തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നു. അതിൽ നിന്നും എന്ത് ചെയ്യുന്നു? പുതിയ ജീവിവർഗങ്ങൾ ഉണ്ടാകുന്നു. അപ്പൊ അങ്ങനെയാണ് ഇന്ന് കാണപ്പെടുന്ന ജിറാഫിനെല്ലാം ലോങ് നെക്ക് അല്ലെങ്കിൽ നല്ല നീളം കൂടിയ കഴുത്ത് വന്നത് എന്നാണ് ആര് പറഞ്ഞത്? ലാമാർക്ക് പറഞ്ഞത്. അപ്പൊ ഈ ലാമാർക്ക് കൊണ്ടുവന്ന ഈ ആശയത്തെ വിളിക്കുന്ന പേരാണ് ലാമാർക്കിസം അല്ലെങ്കിൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് ഓഫ് അക്വയർഡ് ക്യാരക്ടേഴ്സ്. പിന്നീട് എവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റഡീസ് ഒക്കെ നടത്തിയ ആൾക്കാർ പറഞ്ഞു ജീനിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അല്ല എങ്കിൽ ഒരിക്കലും അതെന്ത് ചെയ്യില്ല, അടുത്ത ജനറേഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യില്ല. എപ്പോഴും ജീനിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ മാത്രമേ എന്ത് ചെയ്യപ്പെടൂ? ജനറേഷൻ ആഫ്റ്റർ ജനറേഷൻ കൈമാറ്റം ചെയ്യപ്പെടുകയുള്ളൂ. അപ്പൊ ഇവിടെ ലാമാർക്ക് അങ്ങനെയൊന്നും അല്ല പറഞ്ഞത്. ഒരു ജീവി അതിന്റെ ലൈഫ് ടൈമിൽ നേടുന്ന ക്യാരക്ടേഴ്സ് എല്ലാം നെക്സ്റ്റ് ജനറേഷനിലേക്ക് പോകുമെന്നാണ് പറഞ്ഞത് അല്ലേ. അപ്പൊ അത് പിന്നീട് തെറ്റാണെന്ന് തെളിയിക്കപ്പെട്ടു. ഇനി രണ്ടാമത്തെ തിയറിയാണ് ഏതെന്ന് പറയുന്നത് ഡാർവിനിസം, അല്ലെങ്കിൽ അതിനെ തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ എന്ന് പറയും. അതായത് പ്രകൃതി നിർദ്ധാരണ സിദ്ധാന്തം. ഇത് കൊണ്ടുവന്നത് ഡാർവിനാണ്, ചാൾസ് റോബർട്ട് ഡാർവിൻ ആണ് ഡാർവിനിസം അല്ലെങ്കിൽ തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ, പ്രകൃതി നിർദ്ധാരണ സിദ്ധാന്തം കൊണ്ടുവന്നത്. അപ്പൊ ഇദ്ദേഹം ഒരു പ്രകൃതി ശാസ്ത്രജ്ഞനായിരുന്നു.
1831 ചാൾസ് ഡാർവിനും കൂട്ടരും ഭൂപട നിർമ്മാണത്തിനായിട്ട് പല രാജ്യങ്ങൾ സന്ദർശിച്ചു. അപ്പൊ ആ കൂട്ടത്തിൽ അവർ പോയതായിരുന്നു സൗത്ത് അമേരിക്ക, ഓസ്ട്രേലിയ, അതുപോലെ തന്നെ ഗാലപ്പഗോസ് ഐലൻഡ്സ്, അതായത് ഗാലപ്പഗോസ് ദ്വീപ സമൂഹങ്ങൾ തുടങ്ങിയവയിലേക്ക് പോയി. 1836 അവര് തിരിച്ചു എത്തുകയും ചെയ്തു. അദ്ദേഹം ഗാലപ്പഗോസ് ഐലൻഡിലേക്ക് പോയത് HMS ബീഗിൾ എന്ന് പറയുന്ന ഷിപ്പിലാണ്. അപ്പൊ 1836 അദ്ദേഹം എന്ത് ചെയ്തു? തിരിച്ചെത്തിയതിനു ശേഷം അദ്ദേഹം ആ ഗാലപ്പഗോസ് ഐലൻഡിൽ കണ്ട കാഴ്ചകളെ കുറിച്ച് എന്ത് ചെയ്യാൻ തുടങ്ങി? പലവിധ പഠനങ്ങൾ നടത്താൻ തുടങ്ങി. അപ്പൊ അവിടെ അദ്ദേഹത്തെ ആകർഷിച്ചത് ഫിഞ്ചസ് അല്ലെങ്കിൽ കുരുവികളായിരുന്നു. അപ്പൊ ആ കുരുവികൾ എന്ന് പറയുന്ന ഏകദേശം 14ഓളം തരത്തിലുള്ള കുരുവികൾ എവിടെ ഉണ്ടായിരുന്നു? ആ ഗാലപ്പഗോസ് ഐലൻഡിൽ ഉണ്ടായിരുന്നു. അപ്പൊ ആ കുരുവികളുടെ പ്രത്യേകത എന്ന് പറയുന്നത് അവരുടെ ബീക്ക് അല്ലെങ്കിൽ കൊക്കിന് എങ്ങനെയായിരുന്നു? ഡിഫറൻസ് ഉണ്ടായിരുന്നു, വ്യത്യാസം ഉണ്ടായിരുന്നു. ആ കൊക്കിലുള്ള വ്യത്യാസം അല്ലെങ്കിൽ ബീക്കിലുള്ള വ്യത്യാസം അദ്ദേഹത്തെ വളരെയധികം ആകർഷിച്ചു. അപ്പൊ അവിടെ ഉണ്ടായിരുന്ന സ്പീഷീസ് എന്ന് പറയുന്നത് ചിലത് കാക്ടസ് ഈറ്റിംഗ് ആയിരുന്നു, അതായത് കള്ളിമുൾച്ചെടിയൊക്കെ തിന്നുന്നതായിരുന്നു. ചിലത് ഇൻസെക്ട് ഈറ്റേഴ്സ് ആയിരുന്നു, അതായത് പ്രാണികളെ തിന്നുന്നവയായിരുന്നു. ചിലതെന്ന് പറയുന്നത് സീഡ്സ് ഒക്കെ ഭക്ഷിക്കുന്നവയായിരുന്നു. അപ്പൊ ഇങ്ങനെ പലതരത്തിലുള്ള ഫുഡ് ഹാബിറ്റ്സ് ഉള്ളത് കൊണ്ടാണ് ഇവരുടെ ബീക്കിൽ വ്യത്യാസം വന്നതെന്ന് ആര് കണ്ടെത്തി? നമ്മുടെ ചാൾസ് ഡാർവിൻ കണ്ടെത്തി. ചാൾസ് ഡാർവിനെ അദ്ദേഹത്തിന്റെ പഠനങ്ങളിൽ രണ്ടുപേരുടെ ആശയങ്ങൾ വളരെയധികം സ്വാധീനിച്ചു. അതിലൊന്നെന്ന് പറയുന്നത് തോമസ് മാൽത്തൂസ് എന്ന് പറയുന്ന ഒരു എക്കണോമിസ്റ്റ് അല്ലെങ്കിൽ സാമ്പത്തിക വിദഗ്ധന്റെ അഭിപ്രായമായിരുന്നു. അതായത് അദ്ദേഹം പറഞ്ഞത് പോപ്പുലേഷൻ ഇൻക്രീസസ് റാപ്പിഡ്ലി, അതായത് ജനസംഖ്യ എന്ത് ചെയ്യുന്നു? റാപ്പിഡായിട്ട് വളരെ പെട്ടെന്ന് ഇൻക്രീസ് ചെയ്യുന്നു. ബട്ട് ഫുഡ് പ്രൊഡക്ഷൻ ഈസ് നോട്ട് ഇൻക്രീസിംഗ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ പോപ്പുലേഷൻ, അതായത് ഈ ആഹാരത്തിന്റെ ഉൽപാദനം എന്ന് പറയുന്നത് പോപ്പുലേഷൻ കൂടുന്നതിനനുസരിച്ച് കൂടുന്നില്ല. അപ്പൊ ഈ പോപ്പുലേഷൻ വർദ്ധിക്കുന്നതിനനുസരിച്ച് ഫുഡ് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എന്തോ സംഭവിക്കും? പോവർട്ടി, ദാരിദ്ര്യം ഉണ്ടാകും. ദെൻ അതുപോലെ തന്നെ ഡിസീസസ്, രോഗങ്ങൾ ഉണ്ടാകാം, വാർ, യുദ്ധം ഉണ്ടാകാം, ഇല്ലേ? അപ്പം ഇങ്ങനെ വരുമ്പോഴത്തേക്ക് അതെന്ന് പറയുന്നത് മനുഷ്യ സമൂഹത്തെ വളരെയധികം ദോഷകരമായിട്ട് ബാധിക്കും, ഇല്ലേ? അപ്പൊ ഈ ഒരു ആശയം ആരെ സ്വാധീനിച്ചു? നമ്മളുടെ ചാൾസ് ഡാർവിനെ സ്വാധീനിച്ചു. അപ്പൊ അദ്ദേഹം മറ്റു ജീവികളുടെ കാര്യത്തിലും ഇത് ശരിയാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ദെൻ അതുപോലെ തന്നെ മറ്റൊരാളായിരുന്നു ആൽഫ്രഡ് റസൽ വാലസ്. അദ്ദേഹം ഒരു നാച്ചുറലിസ്റ്റ് ആയിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെയും ആശയങ്ങൾ ആരെ വളരെയധികം സ്വാധീനിച്ചു? നമ്മളുടെ ചാൾസ് ഡാർവിനെ. അപ്പൊ ഇവരുടെ അഭിപ്രായങ്ങൾ കൂടി കടമെടുത്തുകൊണ്ടാണ് 1859 ചാൾസ് ഡാർവിൻ തന്റെ ബുക്ക് പ്രസിദ്ധീകരിക്കുന്നത്. അപ്പൊ ആ ബുക്കിന്റെ പേരെന്താണ്? ഓൺ ദ ഒറിജിൻ ഓഫ് സ്പീഷീസ്. അപ്പൊ അതിനകത്തില് അദ്ദേഹം രേഖപ്പെടുത്തിയിരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് എങ്ങനെയാണ് ഈ ന്യൂ സ്പീഷീസ് അല്ലെങ്കിൽ പുതിയ ജീവിവർഗങ്ങൾ ഉത്ഭവിക്കുന്നത് എന്നതിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ ചില ആശയങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. അതായത് ഒന്നെന്ന് പറയുന്നത് ഓവർ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമിതോൽപാദനം എന്ന് പറയും. അതായത് ഒരു ജീവി, ഒരു ഓർഗനിസം അതിന് എൻവയോൺമെന്റിന് സപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നതിലധികം ജീവിവർഗങ്ങളെ എന്ത് ചെയ്യുന്നു? പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതായത് ഓരോ ജീവിവർഗങ്ങളും ഓവർ പ്രൊഡക്ഷൻ നടത്തുന്നു. ഓവർ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമിതമായിട്ട് സന്താനങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നു. അപ്പൊ ഈ ഓവർ പ്രൊഡക്ഷൻ ആകുമ്പോഴത്തേക്ക് എൻവയോൺമെന്റിന് അല്ലെങ്കിൽ പരിസ്ഥിതിക്ക് അതിനെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല, അല്ലേ? അപ്പൊ എൻവയോൺമെന്റിന് സപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നതിലധികം ഓസ്പ്രിങ്സ് അല്ലെങ്കിൽ സന്താനങ്ങളെ ആര് ഉൽപ്പാദിപ്പിക്കുന്നു? നമ്മളുടെ ഓർഗാനിസംസ്, നമ്മുടെ ജീവിവർഗങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നു. ജീവികൾ തമ്മിൽ എന്ത് കാണിക്കുന്നു? വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ വേരിയേഷൻസ്, വ്യതിയാനങ്ങൾ കാണിക്കുന്നു. അപ്പൊ അതെന്ന് പറയുന്നത് ചിലപ്പോൾ സൈസ്, വലിപ്പത്തിലാകാം. ദെൻ അതുപോലെ തന്നെ ഇമ്മ്യൂണിറ്റി, പ്രതിരോധ ശേഷി, സീഡ് പ്രൊഡക്ഷൻ, വിത്തിന്റെ ഉൽപ്പാദനം എന്നിവയിലെല്ലാം ജീവികൾ എന്ത് ചെയ്യപ്പെടുന്നു? പരസ്പരം വ്യത്യാസപ്പെട്ടിരിക്കുന്നു. അപ്പൊ ഈ വേരിയേഷൻസ് എന്ന് പറയുന്നത് ചിലപ്പോൾ യൂസ്ഫുൾ ആയിരിക്കും, അല്ലെങ്കിൽ ഫേവറബിൾ ആയിരിക്കും, അനുകൂലമായിട്ടുള്ള വ്യതിയാനങ്ങളായിരിക്കും. ചിലപ്പോഴെന്ന് പറയുന്നത് ആ വേരിയേഷൻസ് ഹാംഫുൾ അല്ലെങ്കിൽ ദോഷകരമായിരിക്കും. അപ്പൊ ജീവിവർഗങ്ങൾ തമ്മിൽ എന്ത് കാണിക്കുന്നു? വേരിയേഷൻസ് അല്ലെങ്കിൽ വ്യത്യസ്തത കാണിക്കുന്നു. അപ്പൊ ഈ വ്യത്യസ്തതകൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ വ്യതിയാനങ്ങൾ എന്ന് പറയുന്നത് ചിലപ്പോൾ ഫേവറബിൾ ആകാം, അനുകൂലമാകാം, അല്ലെങ്കിൽ ചിലപ്പോൾ എന്ന് പറയുന്നത് ഹാംഫുൾ, ദോഷകരമോ ആകാം. ഇനി ഇവിടെ പറയുന്നത് ഈ ജീവിവർഗങ്ങൾ ഓവറായിട്ട് പ്രൊഡക്ഷൻ നടത്തുമ്പോൾ, അതായത് ഒരുപാട് ജീവിവർഗങ്ങൾ ഉണ്ടാകുമ്പോൾ അവ തമ്മിൽ എന്തോ ഉണ്ടാകുന്നു? ഒരു കോമ്പറ്റീഷൻ, മത്സരം ഉണ്ടാകുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ഇപ്പോൾ ജീവിവർഗങ്ങൾ കൂടുന്നതിനനുസരിച്ച് ചിലപ്പോൾ ഫുഡ് ഇൻക്രീസ് ചെയ്യണമെന്നില്ല, അതുപോലെ തന്നെ ഷെൽട്ടർ, മേറ്റ്സ്, ഇണകൾ, ഇതൊന്നും വർദ്ധിക്കുന്നില്ല, അല്ലേ? അപ്പൊ അതിന് വേണ്ടിയിട്ട് ഈ ജീവികൾ തമ്മിൽ എന്തോ ഉണ്ടാകും? ഒരു കോമ്പറ്റീഷൻ അല്ലെങ്കിൽ മത്സരം ഉണ്ടാകും. ഇതിനെ വിളിക്കുന്ന പേരാണ് സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ് അല്ലെങ്കിൽ നിലനിൽപ്പിന് വേണ്ടിയുള്ള സമരം. അപ്പൊ ഇവിടെ നിന്ന് പറയുന്നത് ജീവിവർഗങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് കോമ്പറ്റീഷൻ നടത്തുന്നത്? ഫുഡ്, ഷെൽട്ടർ ആൻഡ് മേറ്റ്സ്, ഇല്ലേ? അതായത് ജീവികളുടെ എണ്ണം കൂടുമ്പോൾ ഫുഡിനും ഷെൽട്ടറിനും അതുപോലെ തന്നെ മേറ്റ്സിനുമായിട്ട് ജീവികൾ തമ്മിൽ എന്തോ നടത്തുന്നു? കോമ്പറ്റീഷൻ അല്ലെങ്കിൽ മത്സരം നടത്തുന്നു. അപ്പൊ അങ്ങനെ മത്സരം നടക്കുമ്പോഴത്തേക്ക് സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്, അർഹതയുള്ളവരുടെ അതിജീവിക്കൽ, അതായത് അതിനകത്തിൽ ഫേവറബിൾ വേരിയേഷൻസ് ഉള്ളവർ, അതായത് ഈ പ്രകൃതിയോട്, നേച്ചറിനോട് ഇണങ്ങി നിൽക്കാൻ പറ്റുന്നത് എന്ത് ചെയ്യുന്നു? അതിജീവിക്കുന്നു, ഓവർകം ചെയ്യുന്നു. മറ്റുള്ളവ എന്ത് ചെയ്യപ്പെടുന്നു? എലിമിനേറ്റഡ്
എലിമിനേറ്റഡ് ആകുന്നു. അപ്പം ഇവിടെ എന്ന് പറയുന്നത് ആരാണോ ഇതിനകത്തിൽ ഫിറ്റ് ആയിട്ടുള്ള ആൾക്കാരില്ലേ, അതായത് നല്ല അർഹതയുള്ളവർ, നല്ല ഫേവറബിൾ വേരിയേഷൻസ് ഉള്ളവർ, അനുകൂലമായിട്ടുള്ള മാറ്റങ്ങൾ ഉള്ളവർ, അവര് എന്ത് ചെയ്യപ്പെടുന്നു, ഇവിടെ നിലനിൽക്കുന്നു. സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്, അതായത് അർഹതയുള്ളവർ അതിജീവിക്കുന്നു, അല്ലാത്തവർ എന്ത് ചെയ്യപ്പെടുന്നു, എലിമിനേറ്റഡ് ആകുന്നു. അതായത് ഫേവറബിൾ വേരിയേഷൻസ് ഒന്നും ഇല്ലാത്തവർ, അനുകൂലമല്ലാത്ത വ്യതിയാനങ്ങൾ ഉള്ളവർ എന്ത് ചെയ്യപ്പെടുന്നു, എലിമിനേറ്റഡ് ആകുന്നു. അല്ലാത്തവർ, അതായത് ഫേവറബിൾ വേരിയേഷൻസ് ഉള്ളവര് ഇവിടെ നിലനിൽക്കുന്നു. അപ്പൊ ഇവിടെ എന്ന് പറയുന്നത് സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് ആണല്ലേ, അതായത് കോമ്പറ്റീഷൻ അല്ലെങ്കിൽ മത്സരം നടക്കുമ്പോൾ അതിനകത്തിൽ നല്ല ഫിറ്റ് ആയിട്ടുള്ള ആൾക്കാർ, ആ നേച്ചറിനോട് യോജിച്ചു പോകാൻ കഴിയുന്നവർ അവിടെ നിലനിൽക്കും. അല്ലാത്തവർ എന്ത് ചെയ്യപ്പെടുന്നു, എലിമിനേറ്റഡ് ആകുന്നു, അല്ലെങ്കിൽ ഈ പ്രകൃതിയിൽ നിന്നോ അപ്രത്യക്ഷമാകുന്നു. ദെൻ നാച്ചുറൽ സെലക്ഷൻ. അപ്പൊ എപ്പോഴും നേച്ചർ ഫേവറബിൾ വേരിയേഷൻസ് അല്ലെങ്കിൽ അനുകൂലമായിട്ടുള്ള വ്യതിയാനങ്ങൾ ഉള്ളവരെ ആയിരിക്കും സെലക്ട് ചെയ്യുന്നത്. ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് നാച്ചുറൽ സെലക്ഷൻ അല്ലെങ്കിൽ പ്രകൃതി നിർദ്ധാരണം. അപ്പൊ ഫേവറബിൾ വേരിയേഷൻസ് ഉള്ളവയെ നേച്ചർ എന്ത് ചെയ്യുന്നു, സെലക്ട് ചെയ്യുന്നു. അപ്പൊ ആ വേരിയേഷൻസ് എന്ന് പറയുന്നത് ജനറേഷൻ ആഫ്റ്റർ ജനറേഷൻ ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നു, അതായത് തലമുറകളായിട്ട് കൈമാറ്റം ചെയ്യപ്പെടുന്നു. അങ്ങനെ കൈമാറ്റം ചെയ്യപ്പെടുമ്പോഴത്തേക്ക് പരസ്പരം റീപ്രൊഡക്ഷന് പറ്റാത്ത സ്പീഷീസ് എന്ത് ചെയ്യുന്നു, ഉണ്ടാകുന്നു. അപ്പൊ അതെന്ന് പറയുന്നത് ന്യൂ സ്പീഷീസിന്റെ ഒറിജിൻ അല്ലെങ്കിൽ പുതിയ ജീവിവർഗങ്ങളുടെ ഉത്ഭവത്തിന് കാരണമാകുന്നു. അപ്പൊ നാച്ചുറൽ സെലക്ഷനിലൂടെയാണ് എവല്യൂഷൻ നടക്കുന്നത് എന്നാണ് ആര് പറഞ്ഞത്, ചാൾസ് ഡാർവിൻ പറഞ്ഞത്. അപ്പൊ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഓർഗാനിസംസ് ഓവർ പ്രൊഡക്ഷൻ നടത്തുന്നു, അമിതമായി സന്താനങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നു. ജീവിവർഗങ്ങൾ ഫേവറബിൾ വേരിയേഷൻസും കാണിക്കുന്നുണ്ട്, ഹാർംഫുൾ വേരിയേഷൻസും കാണിക്കുന്നുണ്ട്. ഇനി പ്രൊഡക്ഷൻ ഒക്കെ ഇൻക്രീസ് ചെയ്യുമ്പോഴത്തേക്ക് ജീവികൾ എന്ത് ചെയ്യും, കോമ്പറ്റീഷൻ ഉണ്ടാവും അല്ലെ. എന്തിനു വേണ്ടിയിട്ടാണ്, ഫുഡ്, ഷെൽട്ടർ, മേറ്റ്സ് തുടങ്ങിയവയ്ക്ക് വേണ്ടിയിട്ട് കോമ്പറ്റീഷൻ ഉണ്ടാകും. അപ്പൊ അതിൽ തന്നെ ആർക്കാണോ ഫേവറബിൾ വേരിയേഷൻസ് വന്നത്, അതായത് നല്ല വ്യതിയാനങ്ങൾ ഉള്ളവർ, അവരെന്ത് ചെയ്യപ്പെടുന്നു, ഇവിടെ സർവൈവ് ചെയ്യുന്നു ഇല്ലെ, സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്. അൺഫേവറബിൾ വേരിയേഷൻസ് അല്ലെങ്കിൽ അനുകൂലമായിട്ടുള്ള വ്യതിയാനങ്ങൾ ഇല്ലാത്തവ എന്ത് ചെയ്യപ്പെടുന്നു, എലിമിനേറ്റഡ് ആകുന്നു. ഇനി ഇത് ഫേവറബിൾ വേരിയേഷൻസ് ഉള്ളതിനെ നേച്ചർ എന്ത് ചെയ്യുന്നു, സെലക്ട് ചെയ്യുന്നു. ആ സെലക്ട് ചെയ്തവയിലുള്ള വേരിയേഷൻസ് അല്ലെങ്കിൽ സ്വഭാവങ്ങൾ അടുത്തടുത്ത തലമുറയിലേക്ക് എന്ത് ചെയ്യപ്പെടുന്നു, കൈമാറ്റം ചെയ്യപ്പെടുന്നു. അങ്ങനെ എന്തോ ഉണ്ടാകുന്നു, ഇങ്ങനെ ജനറേഷൻ ആഫ്റ്റർ ജനറേഷൻ അക്യുമുലേറ്റ് ചെയ്തിട്ട് ന്യൂ സ്പീഷീസ്, അതായത് പുതിയ ജീവിവർഗങ്ങൾ ഉണ്ടാകുന്നു. അപ്പൊ എവല്യൂഷൻ ഈസ് ത്രൂ നാച്ചുറൽ സെലക്ഷൻ എന്നാണ് ആര് പറഞ്ഞത്, ഡാർവിൻ പറഞ്ഞത്. അപ്പൊ ആദ്യം ഒന്നും ഡാർവിൻ പറഞ്ഞ ആശയങ്ങളെ ആരും അംഗീകരിച്ചില്ല. പിന്നീട് കൂടുതൽ പഠനങ്ങളിലൂടെ ചാൾസ് ഡാർവിൻ പറഞ്ഞ ആശയങ്ങൾ ശരിയാണെന്ന് തെളിയിക്കപ്പെട്ടു. അതുകൊണ്ട് ചാൾസ് ഡാർവിനെ ഫാദർ ഓഫ് എവല്യൂഷൻ അല്ലെങ്കിൽ പരിണാമശാസ്ത്രത്തിന്റെ പിതാവായിട്ട് കണക്കാക്കുന്നു. അപ്പൊ ഇത്രയാണ് ഇതിനെ കുറിച്ച് പറയാനുള്ളത്, തിയറീസ് ഓഫ് എവല്യൂഷൻ. അപ്പൊ എവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള 2 തിയറീസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന് ലാമാർക്കിസം, 2 ഡാർവിനിസം. അപ്പൊ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. എവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ കാര്യങ്ങളും അതിന്റെ എവിഡൻസസ്, തെളിവുകളും ഒക്കെ നമുക്കിനി വരും ക്ലാസ്സുകളിൽ പഠിക്കാം. ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. താങ്ക് യു.